സെയിൽ സമയം വന്നേക്കാണ് കുറേ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് മാക്ബുക്കുകളെ പറ്റി ഒരു വീഡിയോ ഇടൂ, ഏത് മാക്ബുക്ക് വാങ്ങിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്ന്. സോ ഏകദേശം 3 കൊല്ലമായിട്ട് ഒരു മാക്ബുക്ക് M1 എയർ എൻ്റെ ചാനലിലുള്ള എല്ലാ 4K വീഡിയോസും എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ളതുകൊണ്ട് ഐ വിൽ ഗിവ് യു എ പെർസ്പെക്റ്റീവ്. ഏതാണ് ഇപ്പോൾ മേടിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് മാക്ക് എന്ന് തിരഞ്ഞെടുക്കാൻ ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും. കാരണം ഇപ്പോൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിൽ മെയിനായിട്ട് ഇഷ്ടം പോലെ മാക്ബുക്ക് എയർ സീരീസിന് ഓഫർ വന്നിട്ടുണ്ട്. ഏതൊരു മാക്ക് എടുക്കുന്നതിന് മുന്നേ ഒരു കാര്യം നിങ്ങൾ മൈൻഡിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ ഇപ്പോൾ ഡെയിലി ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്, അതായത് റാം മിനിമം 16 GB റാമെങ്കിലും വേണം. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള മാക്ബുക്ക് 8 GB റാമിൻ്റെ മാക്കാണ്. 8 GB റാം ഇസ് നോട്ട് സഫീഷ്യൻറ്റ്, എസ്പെഷ്യലി നിങ്ങൾ ഹെവി ഡ്യൂട്ടി ടാസ്കുകൾ ചെയ്യാനാണ് മാക്ക് മേടിക്കുന്നത്. അതായത് ഫോട്ടോഷോപ്പ് യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്യാൻ അങ്ങനത്തെ ഒരു യൂസിനാണെന്നുണ്ടെങ്കിൽ 16 GB ഇസ് എ മസ്റ്റ്. ആൻഡ് കുറേ ക്രോം ടാബുകളൊക്കെ ഒരു 20-25 എണ്ണമൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റും 8 GB. അതിന് മുകളിലൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് മാക്കിനകത്തുള്ള സ്റ്റോറേജ്. എൻ്റെ കയ്യിലുള്ളത് 8 GB റാം ആൻഡ് 512 GB സ്റ്റോറേജിൻ്റെ ഓപ്ഷനാണ്. ഇവിടെ മാക്കിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ, ഇപ്പോൾ സ്റ്റോറേജ് ഇപ്പോൾ 512 ഉണ്ട്, ഇതെനിക്ക് 1 TB ആക്കണമെന്നുണ്ടെങ്കിൽ ഒരു എക്സ്റ്റേണൽ SSD മേടിച്ചാൽ കാര്യം കഴിയും. പക്ഷേ എൻ്റെ റാം കൂട്ടണമെങ്കിൽ ഐക്കാണ്ട് ഇതിനകത്ത് ഫിക്സഡ് ആണല്ലോ, റാം ഇൻക്രീസ് ചെയ്യാൻ പറ്റില്ല. സോ ഇറ്റ്സ് ബെറ്റർ ഇപ്പോൾ ഡീല് വന്നേക്കുന്ന ലാപ്ടോപ്പുകളെല്ലാം 256 GB ലാപ്ടോപ്പുകൾക്കാണ് ഡീല് വന്നേക്കുന്നതെന്നുള്ളതുകൊണ്ട് ഒരു 256 GB എടുക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. സുഖമായിട്ട് ഒരു SSD മേടിച്ച് നിങ്ങൾക്ക് 1 TB ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ബട്ട് റാം പിന്നീട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല. സോ 16 GB കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ഈ വന്നിരിക്കുന്ന ഓഫേഴ്സിൽ എൻ്റെ ഏറ്റവും ബെസ്റ്റ് പിക്ക് എന്ന് പറയുന്നത് മാക്ബുക്ക് എയർ M4 ആണ്. മാക്ബുക്ക് എയർ M4ൻ്റെ 16 GB 256 GB വേരിയൻറ്റ് വന്നിട്ടുണ്ട്. 90K പ്രൈസിൽ ആക്ച്വലി ഇത് നല്ല ലാപ്ടോപ്പാണ്. കാരണം എന്താണെന്നറിയോ, ഈ M4 തൊട്ട് നിങ്ങൾക്ക് ഡിസ്പ്ലേ പോർട്ട്, അതായത് USB-C വഴി നിങ്ങൾക്ക് എക്സ്റ്റേണൽ ഡിസ്പ്ലേയിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഡീഫോൾട്ട് കൊണ്ടുവന്നിട്ടുണ്ട്, പ്രോ മോഡൽസിൽ ഉണ്ടായ പോലെ. വിച്ച് മീൻസ് നിങ്ങൾക്ക് ഒരു പ്രോ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഉപയോഗിക്കാം. എയർ അല്ലേ ബ്രോ, ഇതിനകത്ത് ഫാൻ ഇല്ലല്ലോ, എഡിറ്റിങ്ങിന് ഫോട്ടോഷോപ്പിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ട്രസ്റ്റ് മീ, ഈസിലി പറ്റും. ഒരു M1 ചിപ്പുള്ള ഒരു മാക്കിൽ എനിക്ക് 4K വീഡിയോ എഡിറ്റ് ചെയ്ത് റെൻഡർ ചെയ്ത്, നിങ്ങളിപ്പോൾ ഈ കാണുന്ന വീഡിയോ എഡിറ്റ് ചെയ്ത് റെൻഡർ ചെയ്ത് തംബ്നെയിലും ഉണ്ടാക്കി ഫോട്ടോഷോപ്പ് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതും ഇപ്പോൾ 10 മിനിറ്റിൻ്റെ ഒരു 4K വീഡിയോ ആണെങ്കിൽ മാക്സിമം ഒരു 5-6 മിനിറ്റിൽ റെൻഡർ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി M4ന് അതിനേക്കാളും എത്രയോ ബെറ്റർ ആയിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട്, വിച്ച് ഇസ് ഫൈൻ, നോ ഇഷ്യൂസ് ഇൻ ദാറ്റ്. സോ M4 എയർ മാക്കാണ് എല്ലാത്തിനും പറ്റുന്ന, സ്റ്റുഡൻസ് ആയിക്കോട്ടെ, ക്രിയേറ്റേഴ്സ് ആയിക്കോട്ടെ, കോഡേഴ്സ് ആയിക്കോട്ടെ, എല്ലാവർക്കും പറ്റിയ ഒരു ഓൾറൗണ്ടർ മാക്ക്. പക്ഷേ ബഡ്ജറ്റ് കുറച്ചുകൂടെ താഴെ ഒരു 60,000 രൂപയുടെ റേഞ്ചിലാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് മാക്ബുക്ക് എയർ M2 നോക്കാം. മാക്ബുക്ക് എയർ M2 നിങ്ങൾക്ക് 16 GB റാം ആൻഡ് 256 GB വരുന്നത് 63,990 63,990 റുപ്പീസിന് ഇതിലും സ്റ്റീൽ ഡീലായിട്ടുള്ള വേറെ സാധനം കിട്ടില്ല. മേടിച്ചോ, ഈസിലി നിങ്ങൾക്ക് ആ ഒരു സാധനം മേടിക്കാം. M2 ഈസ് ഓൾസോ വെരി പവർഫുൾ. ഹൈ എൻഡ്, അത് 4K ടൈം ലൈൻ ഒരു 5-6 മൾട്ടിപ്പിളൊക്കെ ചെയ്യണം, അത്തരത്തിലുള്ള യൂസൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എയർ കുറച്ച് ബുദ്ധിമുട്ടെന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഇപ്പോൾ പ്രീമിയർ പ്രോയിൽ എഡിറ്റ് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ ബെറ്ററായിട്ട് FCPയിൽ എഡിറ്റ് ചെയ്യും. സോ പ്രീമിയർ എഡിറ്റ് ചെയ്യുന്ന ഒരാൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും, FCP എഡിറ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഒരു വിഷയമായിരിക്കില്ല. പക്ഷേ സ്റ്റുഡൻസ് ആണ് അല്ലെങ്കിൽ ബിഗിനേഴ്സ് ആണ്, എഡിറ്റിംഗ് പഠിക്കാൻ പോവാണ്, ഫോട്ടോഷോപ്പ് പഠിക്കാൻ പോവാണ് എന്നുള്ളവർക്ക് സുഖമായിട്ട് ഇതെടുക്കാം. ഇതിനൊപ്പം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന 1 TB SSD, അതിപ്പോൾ ഏറ്റവും ബെസ്റ്റ് എനിക്ക് കുറേ ആൾക്കാർ റെക്കമെൻഡേഷൻ പ്രകാരം സാംസങ്ങിൻ്റെ T7 എന്ന് പറഞ്ഞ ഒരു SSD ഉണ്ട്. അതാണ് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളൊരു 9,000 സംതിങ് വരും. 9,000 കൊടുത്തത് വാങ്ങിയാലും കുഴപ്പമില്ല, നല്ല സാധനമാണ്. അത് ഞാൻ പ്രോഡക്റ്റ് സെക്ഷനിൽ വേണമെങ്കിൽ ഇട്ടേക്കാൻ, ചെക്ക് ചെയ്ത് നോക്കാം. പക്ഷേ നിങ്ങളൊരു ക്രിയേറ്റർ ആണ്, നിങ്ങൾക്ക് വീഡിയോ എഡിറ്റിംഗ് ഹെവി ആയിട്ടുള്ള 4K എഡിറ്റിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊരു മാക്ക് നോക്കുകയെന്നുണ്ടെങ്കിൽ നല്ലൊരു ഡീൽ വന്നിരിക്കുന്നത് മാക്ബുക്ക് പ്രോ M3ക്കാണ്. പക്ഷേ ഇവിടെ ചെറിയൊരു ക്യാച്ച് ഉണ്ട്. മാക്ബുക്ക് പ്രോ M3 8 GB 512 GB ഓഫർ വന്നിരിക്കുന്നത് 1,03,990 റുപ്പീസിന്. പക്ഷേ പ്രോ ഗ്രേഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്, 4K ആണ്, പ്രൊമോഷനും കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. 8 GB ഒരു കൺസേൺ ആണ്. സോ 16 GB കിട്ടുമെങ്കിൽ 16 GB എടുക്കുക. കുറച്ചുകൂടെ പ്രൈസ് കൂടുമെങ്കിലും വെർത്താണ് ആ ഒരു 16 GB ഇൻവെസ്റ്റ്മെൻറ്റ്. ബട്ട് എനിക്ക് ഒരു ആപ്ലിക്കേഷനെ യൂസ് ചെയ്യാനുള്ളൂ, എനിക്ക് വീഡിയോ എഡിറ്റിംഗ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ഫോട്ടോഷോപ്പ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഈസിലി ഗോ വിത്ത് 8 GB. ഇറ്റ്സ് നോട്ട് ആൻ ഇഷ്യൂ. വീഡിയോ എഡിറ്റേഴ്സൊക്കെയാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫയൽസ് ഒക്കെയാണ് സേവ് ചെയ്ത് വെക്കേണ്ടതുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ SSD തന്നെ T7 ഷീൽഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒരു 1,000 രൂപയും കൂടെ കൂടും, 10,499 എന്തോ. അതിന് കുറച്ചുകൂടി റഗഡാണ്, കുറച്ചുകൂടി ഡ്യൂറബിൾ ആണ്. അതിൻ്റെ ഒരു 1 TB നിങ്ങൾക്ക് മേടിച്ച് വെച്ച് അത് തന്നെ കുത്തി ഡയറക്റ്റ് എഡിറ്റ് ചെയ്യാം. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വേണമെങ്കിൽ പ്രൊഡക്റ്റ് സെക്ഷനിൽ ഇട്ടേക്കാം. 512 GB മിനിമം കിട്ടുവാണെങ്കിൽ വാങ്ങിക്കോളുക. ആൻഡ് ഈ സ്റ്റോറേജ് ഒരു പ്രശ്നമാവാതിരിക്കാം. ബേസിക്കായിട്ട് നോർമലി നമ്മൾ ചെയ്യുന്ന സമയത്ത് ആപ്ലിക്കേഷൻസും മാക്കോസും എല്ലാം കൂടെ ചേർത്തൊരു 100 GB വരും. ബാക്കി ഒരു 100 GB നിങ്ങൾക്ക് ഫ്രീ ഉണ്ടാവും. ആ 100 GB നിങ്ങൾക്ക് നിങ്ങളുടെ പരിപാടികളൊക്കെ നടത്താം. ഇനി ഫയൽസ് വേണമെങ്കിൽ നിങ്ങളൊരു iCloud സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ മാസം ഒരു 199 റുപ്പീസിന് 200 GB പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ ഒരു 200 GB കൂടെ കിട്ടും. നിങ്ങളുടെ ഫയൽസ് എല്ലാം അതിലേക്ക് ബാക്കപ്പ്
ബാക്കപ്പ് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് വഴി എന്ന് പറയുന്നത് SSD ഞാൻ ഈ പറഞ്ഞ പോലെ മേടിച്ച് വെക്കാം. M1 Mac ഇപ്പോൾ പോയി എടുക്കണ്ട. M1 ഒന്ന് ഔട്ട്ഡേറ്റഡ് ആയി, കുറേ വർഷമായി. M1 2020 ഇറങ്ങിയത് ഇപ്പോൾ 2025 5 കൊല്ലമായി. അതിൻ്റെ ലൈഫ് ടൈം സപ്പോർട്ടൊക്കെ കഴിഞ്ഞു. ഇനി ഇൻ കേസ് ഒരു 50 രൂപയ്ക്ക് താഴെ ഒരു 40 രൂപയ്ക്കൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം. ലാപ്ടോപ്പ് ആസ് ഓഫ് എന്താ പറയുക യൂസിന് ഒരു കുഴപ്പമില്ല, നല്ല ലാപ്ടോപ്പാണ്. ബട്ട് പ്രൈസിന് നിങ്ങൾക്ക് 50 രൂപയ്ക്കൊക്കെ M1 മേടിക്കുന്നതിലും ഭേദം ഒരു 60-65 രൂപയ്ക്ക് M2 അല്ലെങ്കിൽ M3 വാങ്ങിക്കുന്നത് ഇസ് മോർ കംഫർട്ടബിൾ ഫോർ ദി ലോങ് റൺ. അപ്പോൾ സമ്മറൈസ് ചെയ്യുവാണെങ്കിൽ ക്വിക്ക് റീക്യാപ്പ് ഞാൻ പറഞ്ഞുതരാം. 63 ആ ഒരു പ്രൈസ് റേഞ്ചിലാണെങ്കിൽ മാക്ബുക്ക് എയർ M2 16GB റാം ആൻഡ് 256GB എടുത്തോളാം വിത്ത് ഒരു 1TB SSD. ഇനി ഒരു ഫ്യൂച്ചർ പ്രൂഫ് ആയിട്ടുള്ള ഒരു അടുത്ത 5-6-7 വർഷത്തേക്ക് എനിക്ക് ഉപയോഗിക്കണം, അത്യാവശ്യം വീഡിയോ എഡിറ്റിംഗും ഉണ്ട്, പ്രോയിൽ കിട്ടുന്ന പോലത്തെ അത്യാവശ്യം പെർഫോമൻസും എല്ലാം വേണം, ബാറ്ററി ലൈഫ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മാക്ബുക്ക് എയർ M4 എടുക്കാം. M4ൻ്റെ 16GB 256 ഇതേപോലെ എടുക്കാം, 1TBയുടെ ഒരു SSDയും കൂടെ മേടിക്കാം. ഇനി പ്രൊഫഷണൽസ് ആണെങ്കിൽ മാക്ബുക്ക് പ്രോ M3 മേടിക്കാം. M4 തന്നെ വേണമെന്നില്ല, M3 നിങ്ങൾക്ക് മേടിക്കാം. 8GB 512 ഓഫർ, 16GB 512 അല്ലെങ്കിൽ 16GB എനിക്ക് തോന്നുന്നു മാക്ബുക്ക് പ്രോയിൽ 512ഉം 1TB അങ്ങനെ ഉള്ളൂ. 16 ഉണ്ട്, 18GB ഉണ്ട്, 36GB അങ്ങനെ ഉണ്ട്. കുറച്ചൊരു 16 എങ്കിലും മിനിമം GB വരുന്ന ഒരു ലാപ്ടോപ്പ് മേടിക്കുക. ഇത് മാക്ബുക്ക് പ്രോ M3, മാക്ബുക്ക് എയർ M1 ഒക്കെ ഒഴിവാക്കുക. ആൻഡ് ഇൻറ്റൽ മാക്കുകൾ എത്ര വില കുറച്ച് തരാമെന്ന് പറഞ്ഞാലും അതൊന്നും മേടിക്കേണ്ട. എല്ലാ ആപ്ലിക്കേഷനും ഇപ്പം ആപ്പിൾ സിലിക്കണിലേക്ക് പോർട്ടായി. ഇൻറ്റൽ സപ്പോർട്ട് ചെയ്യുന്ന ആപ്ലിക്കേഷൻസേ വളരെ കുറവാണ്. ആൻഡ് ഇതിൻ്റെ ആ ഒരു പെർഫോമൻസ് ഒന്നും ഇൻറ്റൽ സപ്പോർട്ട് ചെയ്യുന്ന മാക്ബുക്കുകൾക്ക് കിട്ടൂല. ഇനി മാക്ബുക്കിൽ ഡിസ്പ്ലേ സൈസ് ഇപ്പോൾ 13 ഇഞ്ച് 15 ഇഞ്ച് എന്നൊക്കെ ഉണ്ട്. അത് ഡിപ്പെൻഡിങ് ഓൺ യുവർ വർക്ക്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ ലാപ്ടോപ്പ് എന്ന് പറയുന്നത് 13 ഇഞ്ചിൻ്റെ ലാപ്പാണ്. 13 ഇഞ്ച് സ്മോൾ. വീഡിയോ എഡിറ്റിങ്ങിന് കുറച്ച് സ്ഥലം കുറവായിരിക്കുമെങ്കിലും പോർട്ടബിലിറ്റി ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. മറ്റേ പ്രോ പോലെ ഫാൻ ഇല്ലല്ലോ, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, സ്ലീക്കാണ്, ക്യാരി ചെയ്ത് കൊണ്ടുനടക്കാൻ ഭയങ്കര യൂസ്ഫുൾ ആണ്. ബാറ്ററി ലൈഫ് ഇസ് അമേസിങ്. അപ്പോൾ 13 ഇഞ്ചസ് സഫിഷ്യൻറ്റ്. ബിഗർ ഡിസ്പ്ലേ വേണമെങ്കിൽ 15 ഇഞ്ചിലേക്ക് നിങ്ങൾക്ക് പോവാം. ഇറ്റ്സ് അപ് ടു യു. പക്ഷേ ബേസിക് ആയിട്ടുള്ള കൺഫിഗറേഷൻസ് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഡിസ്പ്ലേ സൈസ് ആക്ച്വലി ഡസ് നോട്ട് മാറ്റർ അൺടിൽ ദാറ്റ്സ് എ പേഴ്സണൽ പ്രിഫറൻസ്. അപ്പോൾ ഈ വീഡിയോ പറയുന്ന പ്രൊഡക്റ്റുകളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും കാണും. സോ മാക്ബുക്സ് മേടിക്കാനായിട്ട് ഇപ്പോൾ നല്ലൊരു ടൈമാണ്, പക്ഷേ സെല്ലർ നോക്കി വാങ്ങിക്കുക. ഇനി ചില ആൾക്കാർക്ക് ഈ ട്രൂ ഹോൾ എന്ന് പറയുന്ന ഒരു സെല്ലറിൻ്റെ സ്ഥലത്തുനിന്നും വരുന്ന ലാപ്പുകൾ, കുറച്ച് ലാപ്പുകൾക്കൊക്കെ പ്രശ്നമുണ്ട്, റീഫർബിഷ്ഡ് ആണെന്നുള്ള ഡൗട്ടുകളുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ മാക്ക് ഓൺലൈനിൽ ഓർഡർ ചെയ്യുവാണെങ്കിൽ അത് വരുമ്പോൾ ആ സാധനം ഡെലിവറി ചെയ്യുന്നത് തൊട്ട് ഓപ്പൺ ബോക്സ് ആണെങ്കിൽ ഓപ്പൺ ബോക്സിൻ്റെ ഫുള്ളിൻ്റെ വീഡിയോ എടുക്കുക, അതിൻ്റെ സീരിയൽ നമ്പറിൻ്റെ അത് കട്ട് ചെയ്യാതെ സീരിയൽ നമ്പറിൻ്റെ വീഡിയോ എടുക്കുക, ഫ്രണ്ടും ബാക്കും സൈഡും ബോർഡിലും എല്ലാം ഉണ്ട്. ഇതൊക്കെ ഒറ്റ കണ്ടിന്യൂസ് വീഡിയോ ആയിട്ട് നിങ്ങൾ എടുക്കുക. ഈവൻ പറ്റുമെങ്കിൽ ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് സീരിയൽ നമ്പർ വെച്ചിട്ട് മാക്ക് ചെക്ക് ചെയ്യാനുള്ള വെബ്സൈറ്റ് ഉണ്ട്, അത് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിനകത്ത് നിങ്ങളുടെ സാധനത്തിൻ്റെ സീരിയൽ നമ്പർ അടിച്ചു കൊടുത്തിട്ട് ഈ മാക്കിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് മാച്ച് ആവുന്നുണ്ടോ, ജെനുവിൻ ആണോ എന്നും ആ ഒരു വീഡിയോ തന്നെ നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാവുന്നതാണ്. അതൊന്നും ആയില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിൽ റിട്ടേൺ കൊടുക്കാനായിട്ട് പറ്റും. പക്ഷേ ഈ വീഡിയോ പ്രൂഫ് നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗം പ്രൂവ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഇതെല്ലാവർക്കും വരുന്ന പ്രശ്നമല്ല, ചില ആൾക്കാർക്ക് വരുന്നുണ്ട് എന്ന് കേട്ടു. അപ്പോൾ അതിനൊരു പ്രിക്കോഷണറി മെഷറായിട്ട് എടുത്താൽ മതി. അപ്പോൾ അത്രയുള്ളൊരു വീഡിയോ, അടുത്ത വീഡിയോ കാണാം. ബൈ.